എന്റെ മോളെ, നമ്മൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പാമ്പുങ്ങൾ തറവാട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. നമുക്ക് കാണാൻ അനുവദിച്ചതേ ഇവിടെ നമുക്ക് കാണാനാവൂ. അനുവാദമില്ലാത്തതൊന്നും നമ്മൾ കാണാനോ അറിയാനോ പാടില്ല, അമ്മിണി ഭയത്തോടെ പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ആരെയാണ് മുകളിലത്തെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് അറിയണ്ടേ? അതറിയാൻ ശ്രമിച്ചവർ ആരും പിന്നീട് ഈ വീട്ടിൽ തുടർന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ മുതലാളിയുടെ പ്രിയപ്പെട്ട ആരോയോ ആണ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് മാത്രം എനിക്കറിയാം. 3-ാം നിലയിലെ സൗണ്ട് പ്രൂഫ് ഉള്ള മുറിയിലാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തെ ശബ്ദങ്ങളൊന്നും ഇങ്ങോട്ട് കേൾക്കില്ല. ആ പൂട്ടിയിട്ട വ്യക്തിയെ നോക്കാൻ വേണ്ടി മാത്രം സ്ഥിരമായി ഒരു ഡോക്ടർ ഇവിടെ വന്നു പോകുന്നുണ്ട്, അതുപോലെ ഒരു ഹോം നേഴ്സും. പക്ഷെ അവർ ആരും നമ്മളോട് സംസാരിക്കുക പോലുമില്ല. അതുകൊണ്ട് മോൾ അതിനെ പറ്റിയൊന്നും അന്വേഷിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അമ്മണിയുടെ വാക്കുകൾ കേട്ടതും കാന്തിയുടെ മനസ്സിൽ കുറെ സംശയങ്ങൾ പൊട്ടിമുളച്ചു. ഈ പാമ്പുങ്ങൾ തറവാട്ടിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഉണ്ടെങ്കിൽ ഞാൻ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ തറവാടിന്റെ അടിവേര് ഞാൻ തോണ്ടും. മനസ്സിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് കാന്തി മനസ്സിൽ ചിന്തിച്ചു. അന്ന് വൈകിട്ടാണ് വേണിയെയും കൊണ്ട് അവർ തിരിച്ചു വന്നത്. ആഴത്തിൽ പൊള്ളലേറ്റതിനാൽ വേണിയുടെ മുഖത്തെല്ലാം നിറയെ കുമിളകൾ ഉരുണ്ടുകൂടിയിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ പാടെ ദേഷ്യത്തോടെ സുദർശൻ അടുക്കള ലക്ഷ്യമാക്കി പാഞ്ഞു. എടീ, കൈവീശി കാന്തിയെ അടിക്കാൻ എന്ന പോലെ സുദർശൻ പാഞ്ഞു വന്നതും അടുക്കളയിലെ ചെറിയ ടേബിളിൽ ഇരുന്ന് ക്യാരറ്റ് അരിയുന്ന കാന്തിയെയാണ് അവൻ കണ്ടത്. അവളുടെ കയ്യിലെ കത്തി കണ്ടതും അവൻ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ നിന്നു. ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാന്തി കത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുദർശന്റെ മുഖത്തേക്ക് കൂർപ്പിച്ചൊന്നു നോക്കി. കത്തുന്ന അവളുടെ നോട്ടം കണ്ടതും സുദർശന് പിന്നെ അനങ്ങാൻ പറ്റാതെയായി. എന്താ ഏട്ടാ, ഏട്ടൻ എന്തെങ്കിലും വേണോ? കത്തുന്ന കണ്ണുകളോടെ പരിഹാസ രൂപേണ അവൾ സുദർശനോട് ചോദിച്ചു. ആ ഉയർത്തിപ്പിടിച്ച കത്തി കണ്ടതും സുദർശന്റെ മനസ്സിൽ ഭയം ഉരുണ്ടുകൂടി. അവൻ കത്തിയെയും അവളെയും മാറി മാറി നോക്കി. അവന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ അവൻ പേടിച്ചു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു കുസൃതി എന്ന പോലെ അവൾ കയ്യിലിരുന്ന കത്തി എറിയാൻ ഭാഗത്തിന് അവന് നേരെ നീട്ടിപ്പിടിച്ചു. കാന്തിയുടെ ആ പ്രവൃത്തിയിൽ പേടിച്ച സുദർശൻ ഉമിനീരിറക്കിക്കൊണ്ട് പുറകിലോട്ട് പോയി. തിരിച്ച് സ്വീകരണ മുറിയിലേക്ക് ഓടിപ്പോയി. ആഹാ, ഇയാൾ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനായിരുന്നോ? കണ്ടാൽ വലിയ മസിലൊക്കെ ഉണ്ട്, പക്ഷെ മണ്ടൻ മസിൽമേനാണെന്നാ തോന്നുന്നത് എന്നൊക്കെ ചിന്തിച്ച് അവൾ പിന്നെയും ക്യാരറ്റ് അരിയാൻ തുടങ്ങി. സുദർശൻ സ്വീകരണ മുറിയിൽ എത്തിയപ്പോഴേക്കും പ്രിയനും മഹാദേവനും കൂടി വേണിയെ പിടിച്ച് സോഫയിൽ കൊണ്ടിരുത്തി. അയ്യോ, എന്റെ മോളുടെ മുഖം! വേണിയുടെ മുഖം കണ്ടതും രാജിയുടെ മാതൃഹൃദയം ഒന്ന് തേങ്ങി. എടാ മഹാദേവ, നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തണം. നമ്മുടെ വേണി മോളെ പൊള്ളിച്ച അവളുടെ ശരീരം മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. നിനക്കെന്താ പേടിയുണ്ടോ? അവളെ ഇവിടെ ഇട്ട് കൊന്നാലും നമ്മളോട് ആരും ചോദിക്കില്ല. കോടികൾ എറിഞ്ഞ് നമുക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാം, സുദർശൻ മഹാദേവനോടായി പറഞ്ഞു. അതിനൊന്നും ഒരു മറുപടിയും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ് മഹാദേവൻ. അപ്പോൾ എടാ, നിന്റെ വായിൽ പഴാണോ? അല്ലെങ്കിലേ പഴം പുഴുങ്ങിയ പോലെയായി. എങ്ങനെ നടന്നിരുന്ന ചെറുക്കനാ, ചെകുത്താനായിരുന്നു പണ്ട്. ഒരു പെണ്ണിന്റെ കൂടെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ആണത്തമെല്ലാം എവിടേക്കോ ഒലിച്ചുപോയി എന്നറിയില്ല. ഇപ്പോൾ തനി വാഴയ്ക്ക് സമമായി. ഇനി ആ മീശയും താടിയും വടിച്ചു കളഞ്ഞാൽ ഭംഗിയായേനെ, പ്രിയൻ മഹാദേവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊന്നും ഒരു മറുപടിയും പറയാതെ വേണിയുടെ അടുത്ത് മിണ്ടാതെ ഇരിക്കുകയാണ് മഹാദേവൻ അപ്പോഴും. എന്താടാ മോനെ, നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? നിന്റെ അച്ഛനും ചേട്ടനും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തിരുവായ എന്താ തുറക്കാത്തെ? ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന മഹാദേവനെ നോക്കി രാജി പറഞ്ഞു. നിനക്ക് അവളെ നിയന്ത്രിക്കാൻ പേടിയാണെങ്കിൽ ഞാൻ അവളെ നിയന്ത്രിക്കാം. മോളുടെ മുഖം പൊള്ളിച്ച അവളുടെ ശരീരം മുഴുവൻ ഞാൻ ഇന്ന് പൊള്ളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശനും അടുക്കള ലക്ഷ്യമാക്കി പാഞ്ഞു. അല്പസമയത്തിന് ശേഷം പോയതുപോലെ തന്നെ റിവേഴ്സിൽ പ്രിയനും തിരിച്ചു വന്നു. എന്താ, അവളെ അവിടെ കണ്ടില്ലേ? പോയതുപോലെ തിരിച്ചു വരുന്നത് കണ്ട പ്രിയനെ നോക്കി രാജി സംശയത്തോടെ ചോദിച്ചു. അവിടെ ഇരിപ്പുണ്ട്, ദേ. എന്റെ ഈ കൈകൊണ്ട് അവളുടെ മുഖത്തൊന്ന് കൊടുത്താലുണ്ടല്ലോ, പിന്നെ അവൾ അനങ്ങില്ല. എനിക്കങ്ങനെ ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ അന്യ പെണ്ണുങ്ങളെ തല്ലിയെന്ന് എനിക്ക് ശീലമില്ല, പ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവളെ ഒന്നും ചെയ്തില്ലേ? വേദനയുണ്ടെങ്കിലും അത് സഹിച്ചു പിടിച്ചുകൊണ്ട് വേണി പറഞ്ഞു. മോളെ, പലരുടെയും ജീവനെടുത്ത കയ്യാ എന്റേത്. പക്ഷേ അതിലൊരു പെണ്ണിന്റെ പേരില്ല. ഞാൻ ആകെ കൂടി തല്ലിയിട്ടുള്ളത് നിന്റെ അമ്മയെ മാത്രമാണ്. മറ്റൊരു പെണ്ണിനെ തല്ലാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് വേണിയെ നോക്കി പറഞ്ഞ ശേഷം, എടാ, നിന്റെ ഭാര്യയെ നീ നിലയ്ക്ക് നിർത്തണം.
അവളുടെ മുഖം അടിച്ചു പൊട്ടിച്ചിട്ട് വാടാ എന്ന് മഹാദേവനോടായി പറഞ്ഞു പ്രിയൻ. അതിനൊന്നും ഒരു മറുപടിയും പറയാതെ മഹാദേവൻ അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. ഇവന്റെ മിണ്ടാവ്രതം തീർന്നില്ലേ? വലിയ പുലിയായി പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നവനാ. 1 മാസം അവളുടെ കൂടെ കഴിഞ്ഞപ്പോൾ ഇവന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവൻ പോയ വഴിയെ നോക്കി പ്രിയൻ പറഞ്ഞു. അച്ഛനൊന്നും പറയണ്ട. നിങ്ങളെ കൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ ഇട്ട് അവൾ കൊന്നാ പോലും മഹിയേട്ടൻ അവളോടൊരു വാക്കുപോലും ചോദിക്കില്ല. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കൂടി വേണി പറഞ്ഞു. മോള് പേടിക്കണ്ട മോളെ, അവളെ അധികകാലം ഒന്നും ഇവിടെ വാഴിക്കില്ല. ഏതായാലും മഹിയുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നറിയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ മുകളിലേക്ക് കയറിപ്പോയി. ഇതേ സമയം ഫിൻലാൻഡിൽ വെച്ച് അവന്റെ മുഖത്ത് കോഫി വീണതിന് അവനുണ്ടായ അനുഭവത്തെ പറ്റി മഹി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താടാ നീ ഒന്നും പറയാത്തത്? വേണിമോളുടെ മുഖം ചൂട് കോഫി ഒഴിച്ചു പൊള്ളിച്ചിട്ട് അവൾ ഇപ്പോഴും ഇവിടെ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് തുടരുന്നത്. ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയാണ്. ആ നീ തന്നെ ഒന്നും മിണ്ടാതിരുന്നാൽ എന്താ അതിന്റെ അർത്ഥം? പ്രിയൻ മഹാദേവനോടായി ചോദിച്ചു. ഇതിപ്പോൾ തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തില്ലേ? വേണി കാന്തിയുടെ കാലിലേക്ക് ചൂട് കോഫി ഒഴിച്ചത് കൊണ്ടല്ലേ അവൾ തിരിച്ചു പ്രതികരിച്ചത്? ഈ കാര്യത്തിൽ കാന്തിയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല, മഹാദേവൻ പറഞ്ഞു. ആഹാ, അപ്പോൾ അങ്ങനെയാണ് കഥ. ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോടോ മോനെ. എന്ന് മഹിയെ നോക്കിയ ഒന്ന് അമർത്തി മൂളിയ ശേഷം പ്രിയൻ ആ മുറി വിട്ടുപോയി. അയാൾ നേരെ പോയത് സുദർശന്റെ അടുത്തേക്കാണ്. എന്താ അച്ഛാ, മഹി എന്താ പറയണേ? പ്രിയനെ കണ്ടതും സുദർശൻ വെപ്രാളത്തോടെ ചോദിച്ചു. എന്തു പറയാനാ മോനെ, തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ടെന്നും ഇപ്പോൾ വേണിയുടെ മുഖം പൊള്ളിയതിലല്ല അവന് വിഷമം, അവന്റെ ഭാര്യയുടെ കാല് പൊള്ളിയതിലാണ് അവൻ ഇപ്പോൾ വിഷമം, പ്രിയൻ പറഞ്ഞു. 1 മാസം അവളുടെ കൂടെ കിടന്നപ്പോൾ അവന്റെ പകയും ദേഷ്യവും ഒക്കെ അലിഞ്ഞില്ലാതായി പോയോ? ഛേ, ഇവൻ ഇത്രയ്ക്ക് പെൺകോന്തനായി പോയല്ലോ അച്ഛാ. അയ്യേ, വലിയ വീരശൂര പരാക്രമിയായി നടന്നിട്ട് ഇപ്പോൾ ഒരു പെണ്ണിന്റെ അടിമയായി പോയി, സുദർശൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഭാര്യയോട് സ്നേഹമുള്ളവരൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ്. അല്ലാതെ എന്നെയും നിന്നെയും പോലെ കിട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ തല്ലി ചതക്കുകയല്ല വേണ്ടത്, പ്രിയദർശൻ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയൊക്കെ ആയോ? അച്ഛൻ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് വെക്കി. ഒന്നെങ്കിൽ മഹാദേവന്റെ കൂടെ നിൽക്ക്, അല്ലെങ്കിൽ അവനെ എതിർത്ത് നിൽക്ക്. ഇതല്ലാതെ 2 വള്ളത്തിലും കാല് വെച്ചാൽ അച്ഛൻ താഴെ പോകും അച്ഛാ, സുദർശൻ പറഞ്ഞു. എടാ മണ്ട, എന്റെ മൂത്ത മകനായിട്ടും നിനക്കെന്റെ ഒരു സ്വഭാവവും കിട്ടിയില്ലല്ലോ മോനെ. ഞാൻ പറഞ്ഞത് നീ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഇവിടെ ഉപയോഗിക്കേണ്ടത് വാശിയല്ല, വഴക്കല്ല, തന്ത്രമാണ്. മഹിയുടെ മനസ്സിൽ ഇപ്പോൾ അവൾക്ക് ചെറിയൊരു സ്ഥാനമുണ്ട്. അതാണ് അവന്റെ ഇപ്പോഴത്തെ മൗനത്തിന് കാരണം. മഹിയുടെ മനസ്സിൽ നിന്നും മാത്രമല്ല, ഈ വീട്ടിൽ നിന്നും അവളെ തൂത്തെറിയണം. പക്ഷേ മഹിക്ക് ഒരു സംശയവും തോന്നാനും പാടില്ല, എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പ്രിയൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം പ്രിയൻ സ്വിമ്മിംഗ് പൂളിന് അരികിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് രാജി വന്നത്. നിങ്ങൾ ഇവിടെ കള്ളുകുടിയുമായി ഇരുന്നോ? ദേ, വേണിമോള് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അവൾ വാശിയിൽ തന്നെയാണ്. അച്ഛനും ചേട്ടന്മാരും അവളെ അവഗണിച്ചു എന്ന അവൾ പറയണത്, രാജി പറഞ്ഞു. എന്നിട്ട് അവൾ കിടന്നോടി? ആ മുറിയിൽ കയറി കിടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും വന്നതിൽ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും എന്റെ മോള് കുടിച്ചിട്ടില്ല, രാജി സങ്കടത്തോടെ പറഞ്ഞു. രാജിയുടെ വാക്കുകൾ കേട്ടതും പ്രിയൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു നേരെ വേണിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയിൽ ദേഷ്യപ്പെട്ട് കിടക്കുകയാണ് വേണി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ ഗർവിച്ച് തിരിഞ്ഞു കിടന്നു. വേണിമോളെ, പ്രിയൻ സ്നേഹത്തോടെ വിളിച്ചു. പ്രിയന്റെ കൂടെ അപ്പോൾ സുദർശനും ഉണ്ടായിരുന്നു. മോളോ? ആരുടെ മോള്? ഞാനിവിടുത്തെ ആരുടെയും മോളല്ല. ആ സത്യം ഞാൻ ഇന്ന് മനസ്സിലാക്കി. ചൂട് കോഫി ഒഴിച്ച് എന്റെ മുഖം പൊള്ളിച്ച അവളെ ചോദ്യം ചെയ്യാൻ പോലും ഇവിടെ ആരുമില്ല. അച്ഛനും ഏട്ടന്മാർക്കും അവളെ പേടിയാണോ? വേണി ദേഷ്യത്തോടെ പറഞ്ഞു. സമാധാനപ്പെടും മോളെ. എന്റെ മോളുടെ മുഖം പൊള്ളിച്ച അവളെ ഞങ്ങൾ വെറുതെ വിടുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അവൾക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട്, പ്രിയൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നാലെ വരുന്നേ ഉള്ളൂ? എന്താ, ഇപ്പോൾ അവളോട് നേരിട്ട് എതിർക്കാൻ അച്ഛന് പേടിയാണോ? വേണി പുച്ഛത്തോടെ ചോദിച്ചു. എന്റെ മോളെ, പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ നമ്മൾ അവളെ എന്തെങ്കിലും ചെയ്താൽ മഹി നമുക്ക് എതിരാകും. എത്രയായാലും അവൻ താലി കെട്ടിയ പെണ്ണല്ലേ.
1 മാസത്തോളം അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അതിന്റെ ഒരു സ്നേഹം അവന്റെ മനസ്സിൽ അവളോടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ അവളെ എതിർക്കാത്തത്. ഇന്ന് ഞങ്ങൾ അടുക്കളയിൽ ചെന്നപ്പോൾ കറി അരിയുന്ന കത്തിയെടുത്ത് എറിയാൻ പാകത്തിന് പിടിച്ചിരിക്കുകയായിരുന്നു അവൾ. ഇനി എങ്ങാനും അവൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് എറിഞ്ഞാൽ തന്നെ മഹി അത് ചോദ്യം ചെയ്യില്ല. നമ്മൾ അവളെ ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ അവൾ എറിഞ്ഞതാണെന്ന് പറയും, പ്രിയൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവളെ തൊഴുത് ഈ വീട്ടിൽ ജീവിക്കുക, അതല്ലേ അച്ഛൻ പറയുന്നത്? വേണി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് സമാധാനപ്പെട എന്റെ മോളെ, ഞാനൊന്ന് പറയട്ടെ. തന്ത്രപൂർവ്വം നമ്മൾ ഇവിടെ കളിച്ചില്ലെങ്കിൽ മഹിമോൻ നമ്മൾക്കെതിരാകും. അവനെ മുൻനിർത്തി അവൾ നമ്മളോട് യുദ്ധം ചെയ്യും, പ്രിയൻ പറഞ്ഞു. പിന്നെ എന്താ അച്ഛൻ നമ്മൾ ചെയ്യാ? വേണി സങ്കടത്തോടെ ചോദിച്ചു. എന്റെ മനസ്സിൽ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അവളെ പൂട്ടാൻ പറ്റിയ ഒരു വഴി, ക്രൂരമായി ചിരിച്ചുകൊണ്ട് പ്രിയൻ പറഞ്ഞു. ഇതേ സമയം മുകളിലത്തെ നിലയിലെ രഹസ്യം തേടി കാന്തി ആരും കാണാതെ ആ മുറി ലക്ഷ്യമാക്കി നടന്നു.